പ്രൈസ് ലോർഡ്. സ്ത്രീയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ ഇത് ചെയ്തതെന്ന്. ആദ്യം പുരുഷനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. പാമ്പിനോട് ഒരു കൺഫെഷനും ചോദിച്ചില്ല. സ്ട്രെയിറ്റ് പണിഷ്മെൻ്റ് ആയിരുന്നു, അല്ലേ? അങ്ങനെയല്ലേ വായിക്കുന്നത്? ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഇന്നത്തെ സന്ധ്യാസമയം അല്പസമയം അപ്ഷൻസിലേക്ക് കടന്നു വന്ന് ഞങ്ങൾ വചനമായി ശ്രദ്ധിക്കാൻ ഇടയാക്കുന്നു. ദൈവമേ, ഞങ്ങൾ ശ്രദ്ധിക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിവാനും അത് ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഇടയാക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന തെറ്റും എല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ. വചനം ഹൃദയസമായി പഠിക്കുവാടക്കണമേ. അത് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് പരിശുദ്ധാത്മാവ് അടിയനും നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു മനസ്സാക്കണം, യേശു തന്നെ. ആമേൻ. ഓക്കെ, നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് ഉൽപ്പത്തി 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം മാത്രം. കഴിഞ്ഞ ആഴ്ച ഞാൻ 3 പ്രാവശ്യം റെക്കോർഡ് ചെയ്തു. 4-ാമത്തെ ഒരു ഹോൾ വീഡിയോ റെക്കോർഡ് ചെയ്തു. പറയേണ്ടതൊന്നും പറഞ്ഞില്ല, കാട് കയറി കുറേ പറഞ്ഞു. പിന്നെ ഏറ്റവും അവസാനം കേട്ട് നോക്കിയപ്പം അതിൻ്റെ അകത്ത് കാതലായ ഒന്നുമില്ല. അതുകൊണ്ട് ഞാനത് അപ്ലോഡ് ചെയ്തില്ല. പിന്നെ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴമൊക്കെ ചെയ്യാമെന്ന് വെച്ചു. ഫുൾ ബിസി ആയിരുന്നു. എവറി വീക്ക് മൺഡേ ത്രൂ തേഴ്സ്ഡേ ബിസി ആയിരുന്നു. അതുകൊണ്ട് നടന്നില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം നമുക്ക് അതുകൂടെ ഒന്നുകൂടി ചിന്തിക്കാം. ഓക്കെ, ഓരോ വാക്യം ബായി പോവാം. ഓക്കെ, ഒന്ന്, ദൈവം The Lord God said to the serpent, because ye have done this, cursed are you above all the cattle and all the living creatures of the field. On the belly you will crawl, and on the dust you will eat all the days of your life. ഓക്കെ, ഇത് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം പുരുഷനോട് ചോദിച്ചു, നീ എന്തിന് ഇത് ചെയ്തു, അല്ലേ? അത് കഴിഞ്ഞ് സ്ത്രീയോടും ചോദിച്ചു, എന്തുകൊണ്ട് നീ ഇത് ചെയ്തു. എന്നാൽ പുരുഷനോട് ചോദിച്ചോ? അല്ല, പാമ്പിനോട് ചോദിച്ചോ? ഇല്ല. സ്ട്രെയിറ്റ് പണിഷ്മെൻ്റ് ആയിരുന്നു, അല്ലേ? അപ്പം നമുക്ക് മലയാളത്തിൽ യഹോവയാ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്തത് എന്തുകൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളും വെച്ച് ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ഉരസം കൊണ്ട് ഇഴഞ്ഞ് നിൻ്റെ ജീവിത സംവത്സരങ്ങളോളം നീ പൊടി തിന്നും എന്ന് കൽപ്പിച്ചു. ഓക്കെ, അപ്പം പാമ്പിന് വേറെ ഒരു സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു, റൈറ്റ്? കണ്ണിങ് ആയിരുന്നു. എല്ലാ കാട്ടുമൃഗങ്ങളെക്കാട്ടി കണ്ണിങ് ആയിരുന്നു. ബേബി സ്മാർട്ടായിരുന്നായിരിക്കാം. നടക്കാനുള്ള എന്തോ ഒരു സ്റ്റാറ്റസ് മറ്റുള്ള എല്ലാ കന്നുകാലികളെക്കാട്ടി ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു കഴിവ് ദൈവനാമ മഹത്വത്തിന് എഗനസ്റ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പം ഓൺ ദ സ്പോട്ട് ശപിക്കപ്പെട്ടു. ഇത് തന്നെയല്ലേ നമ്മൾ ലൂസിഫർ എന്ന് പറഞ്ഞ് നമ്മൾ എസെക്കിയേലിനും യെശയ്യാ പ്രവചനത്തിനകത്ത് വായിക്കുന്ന ആ ദൂതനെ കിട്ടിയേ. നിന്നിൽ കുറവ് കണ്ട നാൾ അന്നു വരെ നിന്നിൽ ഒരു കുഴപ്പമില്ല. സൃഷ്ടിക്കപ്പെട്ട നാൾ മുതൽ കുറവ് കണ്ട് ഓൺ ദ സ്പോട്ടിൽ പണിഷ്മെൻ്റ് ആയിരുന്നു. ഒരു കൺഫെഷനോ ഒരു സാൽവേഷനുള്ള അവസരം കൊടുത്തില്ല. ഈ സെയിം തിങ് അല്ലേ പാമ്പിനോട് സംഭവിച്ചത്. ഏദൻ തോട്ടത്തിൽ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടും ദൈവനാമ മാത്രത്തിന് യൂസ് ചെയ്യേണ്ട കാര്യം അത് എഗനസ്റ്റായിട്ട് യൂസ് ചെയ്തു. അത് ഈവിൾ സർപ്പത്തെ യൂസ് ചെയ്ത് അവയെ ചതിച്ചു, റൈറ്റ്? അതുകൊണ്ട് ഓൺ ദ സ്പോട്ടിൽ പണിഷ്മെൻറ്റ് കിട്ടി, റൈറ്റ്? ഇപ്പം എന്തോ പറ്റി? എല്ലാ കന്നുകാലികളെക്കാട്ടി ലോവസ്റ്റ് പൊസിഷൻ കിട്ടി. ഉരസം കൊണ്ട് എഴയുന്നത്. കാരണം അതൊരു ഹ്യൂമിലിയേഷൻ്റെ സൈനാണ്, മനസ്സിലായി? പണ്ടെന്തോ ഉണ്ടായിരുന്നു, ആ സ്റ്റാറ്റസ് എല്ലാം ചേഞ്ച് ചെയ്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശപിക്കപ്പെട്ടവനായിപ്പോയി, മനസ്സിലായി? ഉരസം കൊണ്ട് എഴയുന്ന ക്രീച്ചറായിപ്പോയി. അപ്പം അത് കഴിഞ്ഞ് ഈ ഡസ്റ്റാണ് തിന്നുന്നത്. അത് ഇപ്പം നമുക്കറിയാം, പാമ്പിൻ്റെ ഫുഡെന്ന് പറഞ്ഞാൽ ഡസ്റ്റ് മാത്രമല്ല ഡയറ്റ് എന്ന് പറയുന്നത്. പക്ഷേ എങ്കിൽ അതൊരു ഹ്യൂമിലിയേഷൻ, ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ഹ്യൂമിലിയേഷൻ്റെ ഇത്, നീ പൊടി തന്നെ തിന്നും. അത് കൂടാതെ ഓൾ ദ ഡേയ്സ് ഓഫ് ലൈഫ്, അത് ഈ ഡസ്റ്റ് എന്ന് പറയുന്നത് ഒരു അഫാർ എന്നാണ് ഹീബ്രുവിൽ പറയുന്നത്.
അപ്പോൾ ആ അഫാർ തന്നെ, ആ അഫാറും കൊണ്ടാണ് എന്തുണ്ടാക്കിയ മനുഷ്യനെ ഉണ്ടാക്കിയ പൊടി കൊണ്ടാണ്. മനസ്സിലായി? അതൊരു ഡബിൾ പ്രോഫറ്റിക്കൽ. മനസ്സിലായി? നിൻ്റെ ജീവിതകാലം മുഴുവൻ നീ മനുഷ്യനെ പാപത്താൽ ചതിക്കപ്പെടുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായി? പക്ഷെങ്കിൽ നിൻ്റെ ഇത് സ്റ്റാറ്റസും ഹ്യൂമിലിയേഷൻ ആയിരിക്കും. നീ ബലി കൊണ്ട് ക്രൗൾ ചെയ്യും. 2 മീനിങ്. മനസ്സിലായി? 2 മീനിങ് കൊടുക്കുന്നുമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ജീവിതത്തിലെ ആപ്ലിക്കേഷൻ വരുമ്പോൾ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എപ്പോഴും there's a constant war between good and evil. മനസ്സിലായി? നമ്മുടെ ജീവിതത്തിലും ടെംപ്റ്റേഷൻ, റെസിസ്റ്റ് ദ ടെംപ്റ്റേഷൻ. മനസ്സിലായി? ലൂക്കോസ് 10:19 പറയുമ്പം യേശുപ്പച്ചൻ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് സകല അധികാരങ്ങളെയും തരുന്നു. മനസ്സിലായി? എൻ്റെ അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഐ ഹാവ് ഗിവൻ യു മൈ അതോറിറ്റി ടു ട്രെഡ് ഓൺ, പാമ്പിനെയും തേളുകളെയും ചവിട്ടി മെതിക്കുവാനുള്ള അധികാരം, അതേപോലെ ഓവർ ഓൾ ദ പവേഴ്സ് ഓഫ് എനിമി. മനസ്സിലായി? ശരിയാ, നമുക്കെതിരെ ശത്രുത ഉണ്ടെങ്കിലും ടെംപ്റ്റേഷൻ ഉണ്ടെങ്കിലും, പക്ഷെ ആ ടെംപ്റ്റേഷനെ റെസിസ്റ്റ് ചെയ്യാനുള്ള അധികാരവും യേശുക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് യേശുക്രിസ്തു തന്നിട്ടുണ്ട്. ആ റെസിസ്റ്റ് ചെയ്യാനും ടെംപ്റ്റേഷൻ ചെയ്യാം. ദേഴ്സ് എ വാർ, ഓൾവേസ് ദേഴ്സ് എ വാർ. പൗലോസും പറയുന്നത് എന്തോ, നമുക്കൊരു യുദ്ധമുണ്ട്, മനുഷ്യരക്തങ്ങളോടല്ല, വാചകളോടും അധികാരങ്ങളോടും. അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കണം? സർവായുധ വർഗം ധരിച്ചു കൊള്ളുവീൻ എന്ന് പറയുന്നു. അപ്പം പാമ്പിൻ്റെ ഒരു സ്റ്റാറ്റസ് ഹൈ ആയിരുന്നു, എല്ലാ കന്നുകാലികളെക്കാട്ടി സംതിങ് ഹൈ ആയിരുന്നു. പക്ഷേ റോങ് ആയിട്ട് യൂസ് ചെയ്തപ്പോൾ ഏറ്റവും ഹ്യൂമിലിറ്റി ആയി. നൗ ഈ ഹ്യൂമിലിയേഷൻ എന്തോ നാണം കെട്ട അവസ്ഥ വന്നപ്പോഴത്തേക്ക് എന്തോ പറ്റി? ഇനിയും പകരം ചോദിക്കുക. മനസ്സിലായി? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പാമ്പിനോട് ഒരു ജസ്റ്റിഫിക്കേഷൻ എന്തുകൊണ്ടാണ് ചെയ്തത് എന്നും ചോദിച്ചില്ല. സ്ട്രെയിറ്റ് മനുഷ്യനോടും സ്ത്രീയോടും മനുഷ്യനോടും ഇത് ചോദിച്ചു. വൈ വി ആർ ക്രിയേറ്റഡ് ബെറ്റർ ദാൻ ഇത്. നമുക്ക് ദൈവത്തോടുള്ള സെക്കൻഡ് ചാൻസ് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. എന്നാൽ പാമ്പിനോ മൃഗങ്ങൾക്കോ അതൊന്നും ഈവൻ ദൂതന്മാർക്ക് പോലും കൊടുത്തിട്ടില്ല. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ അടുത്ത വാക്യമായിട്ട് 15 വരാം. പിന്നെ 15, 16 ഞാൻ വരാം. സ്ത്രീയോട് അല്ല, 15 ഇത് തന്നെയാണ് നമ്മുടെ ഇത് തന്നെ. ഓക്കെ, 15ാമത്തെ വാക്യം. I will put hostility between you and woman, and between your offspring and her offspring, and he will strike your head and you will strike his heel. ഓക്കെ, ഇതിൻ്റെ അർത്ഥം എന്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്ത്രീയെ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു ഹോൾ ഒരു റേസിനെ, ഒരു മനുഷ്യവർഗത്തെയാണ് ഇവിടെ സ്ത്രീയായിട്ട് വിഭജിക്കുന്നത്. മനസ്സിലായി? അപ്പം മുമ്പ് പറഞ്ഞു ഓൾ ദ ഡേയ്സ് എന്തുവാ ഓഫ് ലൈഫ് ഞാൻ ഡസ്റ്റ് തിന്നും, മനുഷ്യനെ ഡസ്റ്റ് കൊണ്ടുണ്ടാക്കി. അപ്പം മനസ്സിലായി, ശത്രുത ഉണ്ടാകും. അപ്പം ഇവിടെ അത് കാണിക്കുന്നു, I will put an hostility. മനസ്സിലായി? നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഈവൻ മൃഗങ്ങൾ തമ്മിൽ പോലും ഈ പാമ്പിനോട് എതിരുണ്ട്. മൃഗങ്ങൾ തമ്മിൽ എവിടെ വെച്ച് കണ്ടാലും പാമ്പിനെ തല്ലിക്കൊല്ലാൻ എല്ലാം ശ്രമിക്കും. അതേസമയം അത് നേരെ തിരിച്ച് അങ്ങോട്ടും ഉണ്ടായിരിക്കും. അതുപോലെ മനുഷ്യനായാലും എപ്പോഴും ഒരു പാമ്പിനെ കാണാൻ ആദ്യം തല്ലിക്കൊല്ലാനാണ് നോക്കുന്നത്, അല്ലേ? ഞാൻ ഇവിടെ ഒക്കെ വന്ന് പിന്നെയാണ് അതിനെ ഒരു പെറ്റായിട്ട് വളർത്തുന്നതൊക്കെ കണ്ടിട്ടുള്ളത്. നാട്ടിൽ വെച്ചൊക്കെ എവിടെ കണ്ടാലും തല്ലിക്കൊല്ലുക. മനസ്സിലായി? അപ്പോൾ അങ്ങനത്തെ ഇതായിരുന്നു. അപ്പം ഒരു ഹാസ്റ്റിലിറ്റി വെച്ചേക്കും. സ്ത്രീ ഒരു വംശത്തെ മുഴുവൻ കാണിച്ചിരിക്കുന്നു. മനസ്സിലായി? അപ്പം സ്ത്രീയും പാമ്പുമായിട്ട് യു അതാണ്. പക്ഷെ അടുത്ത വാക്യത്തിൽ വരുമ്പോൾ യുവർ ഓഫ് സ്പ്രിങ് ആൻഡ് ഹെർ ഓഫ് സ്പ്രിങ്. മനസ്സിലായി? നിൻ്റെ സന്തതിയും അവരുടെ സന്തതി. ഇപ്പോൾ ഈ ഓഫ് സ്പ്രിങ് എന്ന് പറയുന്നത് 2 മീനിങ് ഉണ്ട്. നമ്മൾ ഒരു നല്ല ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പ്ലൂറലിനും സിംഗുലറിനും ഓഫ് സ്പ്രിങ്ങാണ് യൂസ് ചെയ്യുന്നത്.
അഴുക്ക് ഇംഗ്ലീഷിലാണ് പറയുന്നത് ഓഫ് സ്പ്രിങ്സ് എന്ന് പറയുന്നത്. മനസ്സിലായി? നല്ല ഇംഗ്ലീഷിൽ ഓഫ് സ്പ്രിങ്സ് എന്ന് പറയത്തില്ലെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇനിയും എനിക്കറിയത്തില്ല അതൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. എനിവേ, ഇപ്പോൾ ഇവിടെ ഓഫ് സ്പ്രിങ് ഒരാളെ ഉദ്ദേശിച്ചിട്ടുണ്ട്, മറ്റേ ഫുൾ ഇതിനെ ഒരാളെ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ സ്ത്രീയുടെ സന്തതി എന്ന് പറയുമ്പോൾ നമ്മുടെ യേശുപ്പച്ചനെ യൂസ് ചെയ്തേക്കുന്നത്. മനസ്സിലായി? പാമ്പിൻ്റെ സന്തതി സാത്താനായിട്ട് മനസ്സിലായി? ഡെവിൾ അല്ലെങ്കിൽ ഈവിൾ എല്ലാത്തിനെയായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. മനസ്സിലായി? പക്ഷേ അറ്റ് ദ സെയിം ടൈം മനുഷ്യനുമായിട്ട് പാമ്പിൻ്റെ എല്ലാ സന്തതികൾക്കും, പാമ്പിൻ്റെ സന്തതി എന്ന് പറയുന്നത് ഇറ്റ് ഡസൻറ്റ് ഹാവ് ടു ബി പാമ്പിൻ്റെ കുഞ്ഞുങ്ങൾ ആയിരിക്കണമെന്നില്ല. ഈവിൾ പാമ്പിനെ അനുഗമിക്കുന്നത് നമുക്കറിയാം. നോഹയുടെ കാലം തൊട്ട് പാമ്പിനെ സേവിക്കുന്ന ആൾക്കാർ, പാമ്പിനെ വർഷിപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിലും എനിക്കൊന്നും നാഗ എന്ന് പറഞ്ഞ് ഇതിനെ എനിക്കൊന്ന് വർഷിപ്പ് ചെയ്യുന്നത് ഉണ്ടെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ഇവിടെ ഉണ്ട്. നിങ്ങൾ കെൻഡക്കിയിലുള്ള നോഹാസ് ആർക്കിൽ പോയി നോക്കിയാൽ, നോഹയുടെ ഒരു ആർക്ക് വലിയ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ആർക്കിൽ പോയി നോക്കിയാൽ നിങ്ങൾക്കറിയാം അവിടെ എന്നു മുതലാണ് ഈ പാമ്പിൻ്റെ വർഷിപ്പ് തുടങ്ങിയിട്ടുള്ളത് എന്നറിയാം. അപ്പം അത് പാമ്പിൻ്റെ സന്തതി, മനസ്സിലായോ? സാത്താൻ്റെ സന്തതി എന്ന് ഉദ്ദേശിക്കുന്നു, ദൈവത്തിൻ്റെ സന്തതി തമ്മിലുള്ള ഇത്. അപ്പം ഈ സെയിം തിങ് തന്നെയാണ് ബൈബിളിലെ ആദ്യത്തെ ജനറേഷൻ വരുമ്പോൾ 2 ജനറേഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. മനുഷ്യൻ്റെ സന്തതിയും ദൈവത്തിൻ്റെ സന്തതി എന്ന് പറയുന്നത്. അത് പിൽക്കാലത്ത് ആൾക്കാരത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ദൈവത്തിൻ്റെ മക്കളെ ഏഞ്ചൽസ് എന്ന് പറഞ്ഞ് കുറേ ട്രാൻസ്ലേറ്റ് ചെയ്ത് വേർഡ്സ് ആക്കി കളഞ്ഞു. എനിവേ, അതുപോലെ. പക്ഷേ ഇവിടെ ഓഫ്സ്പ്രിങ് എന്ന് പറഞ്ഞാൽ 2 മീനിങ് ഉണ്ട്. ഒന്ന് സന്തതിയുണ്ട്. പക്ഷേ ഈ സന്തതിക്കൊന്നിനും രക്ഷയുടെ ഒരു ഇത് കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ ഒരാൾക്ക് പറ്റുള്ളൂ. അതാരാ? നമ്മുടെ യേശുപ്പച്ചൻ. മനസ്സിലായി? യേശുപ്പച്ചൻ നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ ഇടയാക്കി. മനസ്സിലായി? അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിൽ ഇതിൻ്റെ സിംഗുലർ ആണെന്ന് പറയാൻ കാര്യം, എല്ലാവരും സിംഗുലറിനെ ഫോക്കസ് ചെയ്യാൻ കാര്യം അതിൻ്റെ മുമ്പിലത്തെ വേർഡ് യു ആൻഡ് വുമൺ, മെന്നല്ല, മാനാണ് വെച്ചിരിക്കുന്നത്, സിംഗുലറാണ്. അതുകൊണ്ടായി ഓഫ് സ്പ്രിങ് സിംഗുലർ, ഒരാളെ പറ്റി ഉദ്ദേശിച്ചാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ താഴത്തെ വാക്യമുണ്ട്, ഹീ വിൽ സ്ട്രൈക്ക് യുവർ ഹെഡ്, അവൻ നിൻ്റെ തലയെ തകർക്കും, നീയോ അവൻ്റെ കുതികാൽ വെട്ടും. അപ്പം ഇതൊരു പ്രൊഫറ്റിക്കൽ മീനിങ് ഉണ്ട്. 2 മീനിങ്ങും നമുക്കും ഉണ്ട്. ഇതാണ് ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ മരണത്താൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ ഇടയാക്കി. അതോടുകൂടി ഒരു വെട്ട് കിട്ടി, സ്ട്രൈക്ക് കിട്ടി. മനസ്സിലായി? അതാണ് റെവലേഷൻ പറയുമ്പം ഒരു സ്ട്രൈക്കുള്ള ഒരു പഴയ പാമ്പിനെ കാര്യത്തെ പറ്റി പറയുന്നത്. മുഖത്തിന് വെട്ട് കിട്ടിയ പാമ്പിൻ്റെ കാര്യത്തെ പറ്റി പറയുന്നത്. മനസ്സിലായോ? അപ്പം ഹി വിൽ സ്ട്രൈക്ക് യുവർ ഹെഡ് ആൻഡ് യു വിൽ സ്ട്രൈക്ക് ഹീൽ. അപ്പം കുതികാൽ വെട്ടും. മനസ്സിലായോ? പക്ഷേ കുതികാൽ വെട്ടാൻ ശ്രമിച്ചുവെങ്കിലും, ഇപ്പം ഞാൻ പറയട്ടെ, ഈ കുതികാൽ എന്ന് കാണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ വീക്കസ്റ്റ് പോയിൻ്റ് ഓഫ് ഒരു മനുഷ്യൻ്റെ വീക്കസ്റ്റ് പോയിൻ്റാണ് കാല്. അധികം പ്രൊട്ടക്റ്റ് ചെയ്യാത്ത ഭാഗമാണ് ഈ ഹീൽ എന്ന് പറയുന്നത്. പാദത്തിന് നമുക്ക് ചപ്പലുണ്ടെങ്കിലും നമുക്ക് മുട്ടറ്റം വരെ ഇതുണ്ടെങ്കിലും ഹീൽ ഭാഗത്ത് നമ്മൾ അധികം പ്രൊട്ടക്റ്റ് ചെയ്യാത്ത സംഭവം. ഇപ്പോൾ നമ്മുടെ ചർച്ചിലായ ഒരു വീട് സങ്കല്പിച്ചു, അവിടുത്തെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യാത്ത, നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത അതിൽ കൂടെ ആയിരിക്കും സാത്താൻ വരുന്നതും ദുരുപദേശം വരുന്നതും. ചർച്ച ആയാലും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യാത്ത ഏത് ഭാഗമാണ് ആ ഭാഗത്തൂടെ ആയിരിക്കും ദുരുപദേശവും പ്രശ്നങ്ങളും എല്ലാം വരുന്നത്. മനസ്സിലായി? പിന്നെ ഇപ്പോൾ യേശുപ്പച്ചൻ്റെ ശിഷ്യന്മാരെ എടുത്ത് നോക്കിയാലും യൂദാസ് എന്ന് പറഞ്ഞ ഒരാൾ, ഒരു വീക്കസ്റ്റ് ലിങ്ക്, ആ ലിങ്കിൽ കൂടെയല്ലേ കുതികാൽ വെട്ടിയത് അല്ലേ? കുതികാൽ വെട്ടിയല്ലേ? അപ്പോൾ എപ്പോഴും ഒരു വീക്കസ്റ്റ് ലിങ്ക് ആയിരിക്കും ശത്രു എടുത്ത് യൂസ് ചെയ്ത് നമുക്ക് എഗൈൻസ്റ്റ് വരാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുക, പേടിക്കണ്ട. റെസിസ്റ്റ് ദ ടെംപ്റ്റേഷൻ. ശത്രുവിന് ഓരോ അവസരം കൊടുക്കുവാൻ ഇടയാക്കൽ. ഒരു ശത്രുവിൻ്റേതായ ഒരു കാര്യം എടുത്ത് എൻ്റർടൈൻ ചെയ്യാൻ കൊടുത്താൽ അത് നിങ്ങൾക്ക് പണി കിട്ടും. മനസ്സിലായി? റെസിസ്റ്റ് ദ ടെംപ്റ്റേഷൻ.
ഓക്കെ, ഒരു ഫുഡ് ഹോൾ കൊടുക്കുകയാണ്. പിന്നെ പേടിക്കേണ്ട, ദൈവം നമുക്ക് എല്ലാ അധികാരത്തെയും യേശുപ്പച്ചൻ്റെ അധികാരത്തെ നമുക്ക് തന്നിട്ടാണ് പോയത്. മനസ്സിലായി? പാമ്പുകളെയും മുമ്പ് പറഞ്ഞാൽ ലൂക്കോസ് 10:10 പാമ്പുകളെയും തേളുകളെയും ചവിട്ടാനുള്ള സകല ആയുധവർഗത്തെയും. അപ്പം നത്തിങ് ടു വറി അബൌട്ട് ഇറ്റ്. അധികം വറി ചെയ്യേണ്ട, നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിച്ചാൽ മതി. മനസ്സിലായി? എവറി ഡേ നമ്മളെ തന്നെ സൂക്ഷിച്ചാൽ മതി. അധികം പ്രശ്നത്തിലൊന്നും ചാടി അത് സൂക്ഷിച്ചാൽ മതി. മനസ്സിലായി? അപ്പം ടെംപ്റ്റേഷൻ എന്തുവാന്ന് തിരിച്ചറിയുക, അതിനെ റെസിസ്റ്റ് ചെയ്യുക. അതിനൊരു ഡിസേണിങ് പവർ വേണം. ചിലപ്പം ടെംപ്റ്റേഷൻ പല രീതിയിൽ വരും. മനസ്സിലായോ? പാപം പല രീതിയിലായിരിക്കും വരുന്നത്, ഷുഗർ കോട്ട് ചെയ്തായിരിക്കും വരുന്നത്. പക്ഷേ അതിനെ തിരിച്ചറിയുക. മനസ്സിലായി? വ്യാജന്മാർ പല രീതിയിലായിരിക്കും വരുന്നത്. മനസ്സിലായി? സ്നേഹത്തോടും പല രീതിയിലും വരും. അത് വ്യാജനാരാന്ന് തിരിച്ചറിയുക, എന്നിട്ട് റെസിസ്റ്റ് ചെയ്യുക. ഓക്കെ. അപ്പം 14ഉം 15ഉം വാക്യം പാമ്പിനെ പറ്റിയായിരുന്നു. അടുത്ത 16 സ്ത്രീയെ പറ്റിയാണ് വരുന്നത്. 17ഉം മനുഷ്യനെ പറ്റി വരുന്നു. 18ഉം 19ഉം മനുഷ്യനെ പറ്റിയാണെങ്കിലും അതൊരു നല്ലൊരു വാക്യമാണ്. ഓക്കെ. അപ്പം നമുക്കിനി അടുത്ത 16 വാക്യത്തിൽ കാണാം. ഓക്കെ.